ശ്രീ ആരിഫ് ഹുസൈൻ, ഈ വഖഫിൻ്റെ ശീലം എന്താണ്? കൈവശപ്പെടുത്തലാണോ, വെട്ടിപ്പിടിക്കലാണോ, അതോ വഖഫ് ബോർഡിലാകെ ദുരുപയോഗപ്പെടുത്തലാണോ നടക്കുന്നത്? ഓക്കെ, ഇന്നിപ്പോൾ നമ്മളിത് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചടക്കലും കൈ വശപ്പെടുത്തലുമാണ് എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേട് ഇവിടെ ഉണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഏറ്റവും ഒടുവിലുള്ള എക്സാമ്പിൾസ്, പ്രത്യേകിച്ച് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നൊക്കെ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള എക്സാമ്പിൾസ്, അമ്പലം അവരുടെ വഖഫ് പ്രോപ്പർട്ടിയിലാണെന്ന് പറയുന്ന അവസ്ഥ, അതല്ലെങ്കിൽ ഒരു ഗ്രാമം മുഴുവൻ അതിൽ പെടുന്നു എന്ന് പറയുന്ന അവസ്ഥ, കേരളത്തിലടക്കം സ്ഥലങ്ങൾ ആ രീതിയിൽ വരുന്നു എന്ന് പറയുന്ന അവസ്ഥ. എനിക്ക് ഈ വഖഫ് ബോർഡിന്റെ കാര്യവും ഇതൊക്കെ വീണ്ടും ചർച്ചയായപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഇന്നിപ്പോ ഉയർന്നു വരുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഈ ഒരു എതിർപ്പും, ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള എന്തൊക്കെ ഒരു നീക്കമാണ്, ഇത് മുസ്ലിം വിരുദ്ധതയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു മുസ്ലിമിനോട് ചോദിക്കാനുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. ഈ വഖഫ് ബോർഡ് ഇവിടെ ഉണ്ടായി എന്നതുകൊണ്ട് എന്ത് വ്യക്തിപരമായ നേട്ടമാണ് ഇവിടുത്തെ സാധാരണ ഒരു മുസ്ലിമിന് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരാം. കാരണം ഞാൻ കുറെ കാലം മുസ്ലിമായിട്ട് ജീവിച്ചതാണ്, എൻ്റെ വീട്ടുകാർ കുറെ കാലം ഇപ്പോഴും മുസ്ലിങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്നും ഇതുപോലെ മുസ്ലിങ്ങളുടെ പേരിൽ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാധനമാണെന്നും ഇതിൽ തൊട്ട് കഴിഞ്ഞ മുസ്ലിങ്ങൾക്ക് മുഴുവൻ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്നൊക്കെ ഇവിടെ പറയാൻ പാകത്തിനുള്ള ഒരു സാധനം എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിഷയമായിട്ട് ഇതിനെ മാറ്റി അതിന്റെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ഒരു സംഘം എന്നതിനപ്പുറത്തേക്ക് എന്ത് വ്യക്തിപരമായിട്ടുള്ള നേട്ടമാണ് ഈ വഖഫ് ബോർഡ് കൊണ്ട് ഇവിടുത്തെ സാധാരണ മുസ്ലിമിനുള്ളത് എന്നൊന്ന് പറഞ്ഞതാണ്. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താണ് ആ നേട്ടം എന്നുള്ളത്. എന്നാൽ ഇവിടെ ഉള്ള നേട്ടം എന്ന് പറയുന്നത് ഈ കോട്ടം മുഴുവനാണ്. എന്ന് വെച്ചാൽ ഇന്നിപ്പോ ഈ വഖഫ് ബോർഡിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഇതാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്. അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മീശമാധവൻ സിനിമയാണ്. അതായത് മീശമാധവൻ ഒന്ന് മനസ്സ് വെച്ചൊന്ന് മീശ ചുരുട്ടിയാൽ അത് പിന്നെ മീശമാധവൻ അടിച്ചു മാറ്റിയിരിക്കും എന്ന് പറയുന്നത് പോലെ ഇവിടെ മീശമാധവന്റെ റോള് നിൽക്കുന്നത് മീശ വഖഫ് ബോർഡാണ് എന്ന് പറയേണ്ടി വരും. അതായത് വഖഫ് ബോർഡ് വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കൊണ്ടൊന്ന് മീശ ചുരുട്ടിയാൽ അത് പിന്നെ വഖഫ് ബോർഡിന്റെ ആയി മാറും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇതിന്റെ പഴി മുഴുവൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. അതിനെ ആ മീശമാധവനെ സംരക്ഷിക്കേണ്ട ബാധ്യത പോലും അതും ഇവിടുത്തെ മുസ്ലിമിന് വന്നു ചേരുന്നു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മുസ്ലിമിന് ഇതുപോലെ കൊലയ്ക്ക് കൊടുക്കുന്നത്? ഇതുപോലെയുള്ള അസംബന്ധങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട എന്ത് ബാധ്യതയാണ് ഇവിടുത്തെ സാധാരണ മുസ്ലിമിനുള്ളത്? എന്തിനാണ് ഈ രാഷ്ട്രീയം പറയുന്ന ആളുകൾ ഇതുപോലെ KC വേണുഗോപാലിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവിടെ കിടന്ന് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്, എക്സ് മുസ്ലിം ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് മുസ്ലിമിന്റെ തലയിലേക്ക് ഇടുന്നത്? ഇവിടെ എഴുന്നേറ്റ് പോയ ആ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചു സെൽഫ് ഗോൾ ആണ്. പച്ചയായ സെൽഫ് ഗോൾ അല്ലേ അവിടെ പറഞ്ഞത്? അതായത് മീശമാധവനെ പോലെ അവിടെ ആ അമ്പലത്തെ നോക്കി, ആ ഗ്രാമത്തെ നോക്കി വഖഫ് ബോർഡ് മീശ ചുരുട്ടുന്നു, അത് മീശമാധവന്റെ ആയിട്ട് മാറുന്നു, എന്നിട്ട് പിന്നെ അത് തർക്കമാകുന്നു, കോടതിയിലെത്തുന്നു. കോടതി ചോദിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായില്ലേ? മധ്യപ്രദേശിലെ ഹൈക്കോടതി ചോദിക്കുന്നത് നമ്മൾ കേട്ടില്ലേ? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ താജ്മഹൽ വഖഫ് ബോർഡിലാണെന്ന് പറഞ്ഞൂടെ? അതല്ലെങ്കിൽ റെഡ് ഫോർട്ട് ആണെന്ന് പറഞ്ഞൂടെ? ഇത് ഏതാണ് ഇതിൽ പെടാത്തത് എന്ന് ചോദിച്ചു വെക്കുന്ന ഒരു ഗതികേട് ഇവിടെ ഉണ്ടാവുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെയല്ലേ അദ്ദേഹം അവിടെ സമ്മതിക്കുന്നത്. അപ്പൊ ഈ പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കുകയും അതിന് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ പരിഹാര മാർഗങ്ങളുണ്ട്, അത് ഫോളോ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇത് തന്നെയല്ലേ ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു വെക്കുന്നത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതെന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? അപ്പൊ എന്റെ വിനീതമായ അഭ്യർത്ഥന ഇത്രയേ ഉള്ളൂ. അവസാനിപ്പിക്കുന്നതിന് മുന്നേ അവിടെ എഴുന്നേറ്റ് പോയ ഷാഫി ചാലിയത്തിനോട് ചേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ അഭിപ്രായമെങ്കിലും ഇവിടുത്തെ പൊതുജനങ്ങൾ ഏറ്റു പറഞ്ഞാൽ, മുസ്ലിങ്ങൾ ഏറ്റു പറഞ്ഞാൽ ഈ വിഷയത്തിലുള്ള ആ ഒരു പുകമറ ആ സൃഷ്ടിക്കുന്നതൊന്ന് ഒഴിവായിട്ട് ഇതിലൊരു ചെറിയ ക്ലാരിറ്റി എങ്കിലും അവർക്ക് ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്.